ഹലോ ഓൾ, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. അപ്പോൾ നമ്മൾ ഇന്നലെ ചെയ്തൊരു വീഡിയോ ഉണ്ടായിരുന്നു നമ്മുടെ CPO-യുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അതിനകത്ത് വന്ന കുറച്ച് കമൻസ് ആണ് WCPO-യുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അത് പറയണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് അഡ്രസ്സ് ചെയ്യുന്ന ഒരു വീഡിയോയുമാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ ഈ ഫാക്റ്റുകൾ നിങ്ങൾക്ക് അറിയാവുന്ന ഫാക്റ്റ് തന്നെയാണ്. പക്ഷേ നമുക്ക് പിന്നെ ബാക്കിയുള്ള എൻ്റെ ഇപ്പോൾ WCPO ഒക്കെ എഴുതി ക്ലിയർ ചെയ്ത് അല്ലെങ്കിൽ സർവീസിലുള്ള കുറച്ച് ആൾക്കാരോട് സംസാരിച്ചതിൻ്റെ ബേസിസിലാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളത്. കാരണം നമ്മൾ ഒരു വസ്തുത പറയുമ്പോൾ എന്താണ് അത് കൃത്യമായിട്ട് മറ്റുള്ളവരോട് സംസാരിച്ചിട്ട് മാത്രമേ വസ്തുതയെ പറ്റി സംസാരിക്കാവൂ എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് സംസാരിച്ച ആ വിവരങ്ങളെല്ലാം കൂടെ ക്രോഡീകരിച്ചുകൊണ്ടാണ് നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ എന്ത് ചെയ്യാം, ഈ സെഷനിലേക്ക് പോകാം. ആദ്യമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം, ഇപ്പോൾ ഒരു ജനുവരി മാസം ഒരു ലിസ്റ്റ് വന്നു. ഇപ്പോൾ ഫെബ്രുവരി എൻ്റെ ഫിസിക്കൽ ഇപ്പോൾ നടന്നുകൊണ്ടിരുന്നു, അത് കഴിഞ്ഞു എന്നൊക്കെയാണ്. എനിക്കത് ഏകദേശ ധാരണ മാത്രമേ ഉള്ളൂ. പക്ഷേ കുറച്ച് സുഹൃത്തുക്കൾ, എൻ്റെ തന്നെ കുറച്ച് സുഹൃത്തുക്കൾ ആ ഫിസിക്കലിന് പോയി. ഫിസിക്കലിനെ പറ്റി ഞാൻ പറയാം, പക്ഷേ നിങ്ങൾ ഇപ്പോൾ ഉള്ള ഈ ലിസ്റ്റ് ഒന്ന് നോക്കുക. അതായത് 2023 നോട്ടിഫിക്കേഷൻ പരീക്ഷ 2024 ജൂൺ മാസം പരീക്ഷ അതിൻ്റെ ലിസ്റ്റ് ഇപ്പോൾ ജനുവരിയിൽ വന്നു. ആ ലിസ്റ്റാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ അതിൻ്റെ ഒരു പിന്നീട് കട്ടാണ്. നിങ്ങൾ നോക്കാം, മെയിൻ ലിസ്റ്റിൽ ആകെ ഉൾപ്പെട്ടത് എത്ര പേരാണ്? 888 പേരാണ്. 888 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 558 പേര് ഉൾപ്പെടുന്നതോടെ 1446 പേരുടെ ടോട്ടൽ ലിസ്റ്റാണ് 2023 നോട്ടിഫിക്കേഷന് നിലവിൽ വന്നിട്ടുള്ളത്. ഈ വസ്തുത നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ, ഇനി നോക്കാം. ഇനി നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്താണ്? നിലവിൽ 2022 നോട്ടിഫിക്കേഷൻ വന്ന പരീക്ഷ 2023 ജൂലൈ മാസം 8-ാം തീയതി പരീക്ഷ നടന്നു. ആ പരീക്ഷ നടന്ന റാങ്ക് ലിസ്റ്റ് ഏകദേശം 24-ന് അതിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട്. 20 നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാം. നോക്ക്, 24-ന് അതിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നു. അതിൽ നിലവിൽ ഇതുവരെ 259 അഡ്വൈസാണ് പോയിട്ടുള്ളത്. 259 അഡ്വൈസ്. ആ പരീക്ഷയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം വലിയൊരു ലിസ്റ്റായിരുന്നു. അത്യാവശ്യം എന്നേ പറയുന്നുള്ളൂ. കമ്പാരിറ്റീവ്ലി 1446 പേരുടെ മൊത്തം ലിസ്റ്റ് വന്നെടുത്ത് ആ പരീക്ഷയിൽ 2022 നോട്ടിഫിക്കേഷൻ WCPO പരീക്ഷ മെയിൻ ലിസ്റ്റ് മാത്രം 1754 പേര് ഏകദേശം അതിലുണ്ടായിരുന്നു എന്നുള്ള കണക്ക്. 1754. നിങ്ങൾ ആലോചിച്ച് നോക്കുക, മൊത്തം ലിസ്റ്റും മെയിൻ ലിസ്റ്റും. അപ്പം തന്നെ ആലോചിച്ച് നോക്കുക എന്തോരം കുറവ് ഇവിടെ വന്നിട്ടുണ്ട് എന്നുള്ള വസ്തുത നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഇനി ഇതിനകത്ത് വേറെ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ 13/2/2025 അവസാനത്തെ അഡ്വൈസ് പോയിരിക്കുന്നത്. ഈ 13-ാം ഇപ്പോൾ കഴിഞ്ഞ 13-ാം അവസാനത്തെ അഡ്വൈസ് പോയിരിക്കുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി എന്താണ് ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ്? ഇവിടെ എത്ര പേർക്കാണ് നിയമനങ്ങൾ കിട്ടിയിട്ടുള്ളത്, ഏതൊക്കെ കാറ്റഗറീസ് ആണെന്നുള്ളത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. എന്നാലും ഞാൻ ജസ്റ്റ് OC മാത്രം പറയാം. 244 OC-ക്കാർ ഇതിനകത്ത് പോയിട്ട് 244 വരെ OC ഇതിനകത്ത് പോയിട്ടുണ്ട്. 244 OC പോയി. 259 മൊത്തം അഡ്വൈസാണ് നിലവിൽ പോയിരിക്കുന്നത്. 20/4/2025 ആകുമ്പം ഈ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി തീരും. ഓക്കെ, അതായത് ഇനി ആകെ 2 മാസം മാത്രമേ ഈ റാങ്ക് ലിസ്റ്റിൽ അവശേഷിക്കുന്നുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങളിവിടെ നോക്കിക്കോളൂ. നിങ്ങൾ കട്ട് ഓഫിൻ്റെ കാര്യം എല്ലാവർക്കും ഒരു ഡൗട്ട് ഉള്ളതാണ്. നമുക്കത് പറയാം. 2022 നോട്ടിഫിക്കേഷൻ ഞാൻ ഉദ്ദേശിച്ചു 2023 പരീക്ഷ നടന്ന പരീക്ഷയിലെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 60.67 പേരാണ്. 60.67. 2851 ആളുകൾ. ഇപ്പോൾ നിങ്ങൾക്ക് കാര്യം കുറച്ചുകൂടെ മനസ്സിലായില്ലേ? 2851 ആളുകൾ മെയിൻ സപ്ലൈ ഷോർട്ട് ലിസ്റ്റ്. ഇത് ഫിസിക്കൽ കഴിഞ്ഞിട്ടുള്ള ലിസ്റ്റ് അല്ല. ഷോർട്ട് ലിസ്റ്റിൽ 2851 ആളുകളാണ് 2022 നോട്ടിഫിക്കേഷനിൽ ആ പരീക്ഷയിൽ ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. 2023 നോട്ടിഫിക്കേഷൻ വരുമ്പോൾ കട്ട് ഓഫ് കുറഞ്ഞിട്ടുണ്ട്. 60.67 3 മാർക്കിൻ്റെ കട്ട് ഓഫ് കുറഞ്ഞിട്ടുണ്ട്. 3 മാർക്കിൻ്റെ കട്ട് ഓഫ് കുറഞ്ഞു, കൃത്യം 3 മാർക്ക്. എന്നാൽ നിങ്ങൾ ആളുകളുടെ എണ്ണം പരിശോധിക്കൂ. 1446 പേര് മാത്രമാണ് മെയിൻ സപ്ലൈ ലിസ്റ്റുകളിൽ വന്നിട്ടുള്ളത്. ഇനി മറ്റൊരു വസ്തുതയിലോട്ട് കടക്കാം. ഓരോ വസ്തുതയിലോട്ട് ഞാൻ കടന്നു വരുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാം റാങ്ക് ലിസ്റ്റ്. 2022 നോട്ടിഫിക്കേഷൻ്റെ റാങ്ക് ലിസ്റ്റിൽ ആകെ ഉൾപ്പെട്ട മെയിൻ ലിസ്റ്റിലെ ഉദ്യോഗാർത്ഥികളുടെ എണ്ണം 674 പേരാണ്.
ലിസ്റ്റുകൾ ചുരുങ്ങുന്ന ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. 2851 പേരുടെ മൊത്തം ലിസ്റ്റ് വന്നിടത്ത് 674 പേരുടെ റാങ്ക് ലിസ്റ്റ്, അതിൽ നിന്ന് 259 അഡ്വൈസ്. ആ 259 മെയിൻ ലിസ്റ്റിൽ നിന്ന് നല്ല അഡ്വൈസ് പോയെന്നും കൂടെ ഓർക്കണം. ചില കാറ്റഗറീസിൽ സപ്ലി ലിസ്റ്റിൽ നിന്ന് എന്താ നോക്കും കാണാം. സപ്ലി ലിസ്റ്റിൽ നിന്നും എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ നിന്ന് ആൾക്കാരെ എടുത്തിട്ടുണ്ട്. സപ്ലി ലിസ്റ്റിൽ നിന്ന് പോലും ആളുകൾ കയറിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഏകദേശം OC പറയണേ 244 ഞാൻ ഓൾറെഡി പറഞ്ഞു. പക്ഷേ 674 പേരുടെ പിന്നെ മെയിൻ ലിസ്റ്റ് റാങ്ക് ലിസ്റ്റ് വന്നു. അതിൽ നിന്നിപ്പം എല്ലാം കൂട്ടുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ 259 പേർക്ക് മാത്രമേ നിയമനം കിട്ടിയിട്ടുള്ളൂ. ഓക്കെ ആണല്ലോ. ഞാൻ ഇന്നലെ ഒരു വസ്തുത പറഞ്ഞിരുന്നു. നിങ്ങൾ റാങ്ക് ലിസ്റ്റിൻ്റെ തുമ്പത്ത് വന്ന് കിടന്നിട്ട് ജോലി ഇനിയുള്ള കാലത്ത് നമ്മൾ തുമ്പത്ത് വരാൻ ശ്രമിക്കരുതെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആവറേജ് പഠിക്കുന്ന ഒരു കുട്ടിയൊന്ന് ചോദിച്ചു. ശരി, ഞാനൊരു കാര്യം പറയാം. എനിക്ക് ഇപ്പം എല്ലാവരും ഒരേ ബുദ്ധിയുള്ള ആൾക്കാരല്ല എന്ന സത്യം ഞാൻ മനസ്സിലാക്കുന്നു, അത് ബഹുമാനിക്കുന്നു, 100% അത് ബഹുമാനിച്ചുകൊണ്ടാണ് പറയുന്നത്. പക്ഷേ നമ്മൾ നമ്മുടെ സ്വപ്നത്തിന് വേണ്ടി പ്രയത്നിക്കുമ്പം ആവറേജ് ബുദ്ധി എന്നൊന്നില്ല. സീരിയസ്ലി പറയാം, നമ്മുടെ പ്രയത്നം മാത്രമാണ്. നമ്മൾ ഇപ്പം ജോലിക്ക് പോയി പഠിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളെ എനിക്കറിയാം. ഞാനും ജോലിക്ക് പോയി പഠിച്ച ആളാണ്. ഇൻ്റലിജൻറ്റ് ലെവൽ IQ ഒന്നുമില്ല. നമ്മുടെ ആഗ്രഹം മാത്രമാണ് സുഹൃത്തുക്കളെ. ആഗ്രഹം മാത്രമാണ് ഒരാളെ എത്തിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയാം. അങ്ങനെ പിന്നെ കയറി വന്നവരാണ് കൂടുതൽ. ഞാൻ ഒരാളുടെ ബുദ്ധിയും കുറച്ച് കാണുകയില്ല, ഞാൻ ഒരാളുടെ കഴിവിനെയും കുറച്ച് കാണുകയില്ല. എല്ലാവരും കഴിവുള്ളവരാണ്, എല്ലാവരും ആഗ്രഹമുള്ളവരാണ്. പക്ഷേ ലക്ഷ്യസ്ഥാനത്തെത്തുന്നവർ വളരെ കുറച്ചാണെന്നുള്ള വസ്തുത നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെച്ചിരിക്കുക. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. 2023 അവസ്ഥ നമുക്കറിയില്ല. 2023 നോട്ടിഫിക്കേഷൻ, 24 ഫിസിക്കൽ അത് ആയിട്ടേ ഉള്ളൂ. നമുക്കതിൻ്റെ വസ്തുത ഇപ്പോൾ പറയാൻ കഴിയില്ല. പക്ഷേ എന്നാലും എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ അറിഞ്ഞത് വെച്ച് നോക്കുമ്പോൾ പാസ് പെർസെൻറ്റേജ് വളരെ കുറവായിട്ടാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. വളരെ കുറവാണ്, നല്ല രീതിയിൽ ആൾക്കാർ കുറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആലോചിക്കുക, ഫിസിക്കൽ എന്ന കടമ്പ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കടുപ്പിക്കുന്നുണ്ട്. ഇപ്പം വിമൺ CPOയുടെ ഫിസിക്കലാണെങ്കിൽ പോലും 8ന് 5 ഐറ്റം എടുത്താൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ, ക്വാളിഫൈ ആവുള്ളൂ. നിങ്ങൾ അറിവുകൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് പിന്നെ ഉള്ള ഒരുപാട് ഇവൻറ്റ്സ് നിങ്ങൾക്ക് ഓൾറെഡി കയ്യിലുണ്ടാവും. പക്ഷേ എങ്കിൽ പോലും ഇവിടെ സംഭവിച്ചൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. എല്ലാവർക്കും ജൂൺ മാസത്തിൽ പരീക്ഷ കഴിഞ്ഞു. മാർക്കുള്ളവനും മാർക്കുള്ള ആൾക്കാരും മാർക്കില്ലാത്ത ആൾക്കാരും അതിൽ ഉണ്ടായിരുന്നു. അതും വസ്തുതയാണ്. പക്ഷേ ഇവരൊക്കെ ഫിസിക്കലിന് വന്നത് എപ്പോഴാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? വളരെ ഒരു ചെറിയ ശതമാനം ആൾക്കാർ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഇപ്പം പെൺകുട്ടികൾക്ക് നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾ എത്ര ആൾക്കാർ ലിസ്റ്റ് വന്ന് പെട്ടെന്ന് തന്നെ ഫിസിക്കലിന് പോയി CPOയ്ക്ക് വേണ്ടി പോയവർ വളരെ കുറച്ചായിരിക്കും. വളരെ കുറച്ച് ആൾക്കാർ. പക്ഷേ ഞാൻ ഈ പറയുന്ന പോലെ നിങ്ങൾ ഒരുപാട് നാൾ അതിനുവേണ്ടി കഷ്ടപ്പെടണമെന്നും ഞാൻ പറയുന്നില്ല, അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഫിസിക്കലിന് വന്ന ആളുകളുടെ എണ്ണം വളരെ കുറവായിരുന്നു എവിടെ നോക്കിയാലും. പക്ഷേ പലരും നമ്മൾ കാണുന്നൊരു വസ്തുത എന്ന് പറഞ്ഞാൽ ഹാൾ ടിക്കറ്റ് വന്നതിന് ശേഷമാണ് ഫിസിക്കലിന് ഗ്രൗണ്ടിൽ ഇറങ്ങി ഇഞ്ചുറീസും മറ്റും വരുത്തുന്നത്. ഇനി ഒരു ലിസ്റ്റിൽ ഉൾപ്പെടാൻ പോകുന്ന ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഫിസിക്കലി അൺഫിറ്റായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പുരുഷന്മാരുടെ കാര്യം ഓൾറെഡി ഒരുപാട് പ്രാവശ്യം ഒരുപാട് വീഡിയോകൾ ഫിസിക്കലിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് പറയാനുള്ള പെൺകുട്ടികളോടാണ്, നിങ്ങൾ ഈ പരീക്ഷ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ എന്ത് ചെയ്യുക, ഫിസിക്കലിനുള്ള കാര്യങ്ങൾ നിങ്ങൾ ആദ്യമേ പോയി ഹൈ ജമ്പ് ലോങ് ജമ്പ് ചാടി പിന്നെ ഈ ത്രോ ബോളൊക്കെ എറിഞ്ഞ് ഷട്ടിൽ അങ്ങനെയൊന്നും അല്ല നമ്മൾ പറയുന്നത്. നിങ്ങൾ അൺഫിറ്റായിട്ട് തോന്നുന്നുണ്ട്, നിങ്ങൾക്ക് പോലീസ് ആവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ പിള്ളേരെ, ഞാൻ ഇത് പറയുമ്പം ഈ പറയുന്ന ബോഡി ഷേമിങ് അങ്ങനത്തെ കാര്യങ്ങളിലോട്ടൊന്നും നമ്മൾ വലിച്ചേക്കുന്നില്ല. പക്ഷേ ആരോഗ്യമുള്ള ആൾക്കാരാണ് പോലീസിൽ വരേണ്ടതെന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. ആഗ്രഹം മാത്രം പോരാ, ആരോഗ്യവും കൂടെ വേണം. ഒരു കാര്യം പറയട്ടെ, പോലീസ് ആയതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ആരുടെയും സ്വപ്നത്തിനെ വില കുറച്ച് കാണുകയില്ല. ചിലപ്പോൾ ചില വസ്തുതകൾ സത്യസന്ധമായിട്ട് പറയുമ്പോൾ ചില ആൾക്കാർക്ക് വേദനിച്ചേക്കാം. പക്ഷേ എങ്കിൽ പോലും വസ്തുതകളായിട്ട് തന്നെ പറയുമ്പോഴേ അതിനൊരു ഭംഗിയുണ്ടാവും എന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ പരീക്ഷയുടെ ഏറ്റവും വലിയൊരു പാഠമായിട്ട് എനിക്ക് ഫീൽ ചെയ്തതിൻ്റെ ഫിസിക്കൽ ടെസ്റ്റാണ്. ഫിസിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പം ഇനി ഹാൾ ടിക്കറ്റ് വന്നിട്ടൊക്കെ നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞിരിക്കുന്ന പെൺകുട്ടികളോടാണ് പറയുന്നത്, അത്രയും വരെ കാത്തിരിക്കരുത്. നിങ്ങൾ പരീക്ഷ എഴുതി അത്യാവശ്യം നല്ല മാർക്കുകൾ, ചെറിയ രീതിയിൽ ജോഗ് ചെയ്യുക, ചെറിയ എക്സർസൈസ് ചെയ്യുക, ഡയറ്റുകൾ തുടങ്ങുക. ആരോഗ്യമില്ലാതെ ഇപ്പോൾ ചില ആൾക്കാർക്ക് നമുക്ക് അത്യാവശ്യം വണ്ണമുള്ള ആൾക്കാരാണ് ആരോഗ്യം ഉണ്ടാവും. ആരോഗ്യമാണ് മെയിൻ പരിപാടി എന്ന് പറയുമ്പോഴത്തേക്ക്, എന്നാലും ഫിറ്റ് ആവണമെന്ന് തോന്നുമ്പോൾ നമ്മൾ ഫിറ്റ് ആവുക തന്നെ ചെയ്യുക. അത് നമ്മുടെ സ്വപ്നത്തിൻ്റെ ഒരു ഭാഗമാണെന്ന് ഈ ഒരു അവസരത്തിൽ പറഞ്ഞു വയ്ക്കുന്നു. അപ്പം ഇതാണ് റാങ്ക് ലിസ്റ്റിൻ്റെ കട്ട് ഓഫിനെ സംബന്ധിച്ച കാര്യം. ഇനി നമുക്ക് ഇതിനകത്ത് മറ്റൊരു കാര്യം പ്രധാനമായിട്ടും പറയാനുള്ളത്, ഇപ്പം നമ്മൾ ഏകദേശം റാങ്ക് ലിസ്റ്റിനെ പറ്റി സംസാരിച്ചു. നമ്മൾ പറഞ്ഞു ആ എണ്ണവും കാര്യങ്ങളും എല്ലാം നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ എങ്ങനെ ഏത് രീതിയിൽ പഠിക്കണമെന്ന് ചെറിയൊരു വിവരണം കൂടെ പറഞ്ഞു തരാം. നമുക്കിനി പരീക്ഷയ്ക്ക് ഇപ്പോൾ ഓൾറെഡി എക്സൈസിൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് മെയിൽ എക്സൈസ് ആണ്, പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം, മെയ് 17 ആ ഡേറ്റ് വന്നിട്ടുണ്ട്.
അപ്പോൾ എന്ത് ചെയ്യുക, ഇത് കാണുന്ന ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പുരുഷ സുഹൃത്തുക്കളുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളും ആൺകുട്ടികൾ പയ്യന്മാരും എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം WCPയുടെ പരീക്ഷ തൊട്ടടുത്ത മാസം തന്നെ ഉണ്ടാകും. ഉഴപ്പരുത്, യാതൊരു കാരണവശാലും ഉഴപ്പരുത്. നിങ്ങളോടും ഇതേ പറയാമല്ലോ. നിങ്ങൾ നോക്കിയാൽ ചെറിയൊരു ലിസ്റ്റ് ആയിരിക്കും ഇപ്പോൾ 2023 നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി പോകുന്നത്. കാരണം അതിൻ്റെ ഫിസിക്കൽ കഴിഞ്ഞിട്ട് എത്ര ആൾക്കാർ ഉൾക്കൊണ്ടിരുന്നുള്ള രേഖ നമുക്ക് ലഭ്യമല്ല. ഇപ്പം നമ്മുടെ മെൻ CPO സംബന്ധിച്ചുള്ള കാര്യം നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് പല രേഖകളും നമുക്ക് ലഭ്യമല്ല. കാരണം നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ കുറച്ച് വസ്തുതകൾ അറിയാം. അതുകൊണ്ട് പറയുകയാണ്, എനിക്ക് നമ്മൾ ഇപ്പം ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ സ്വാഭാവികമായിട്ട് ഒരുപാട് കമൻറ്റ് വരാം. ഓക്കെ, എല്ലാ ആരോഗ്യപരമായിട്ടുള്ള വിമർശനങ്ങളും സ്വീകരിക്കുന്നു. പക്ഷേ എങ്കിൽ പോലും ചില ആളുകൾ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഇനി ഇതൊന്നും നോക്കിയിട്ട് കാര്യമില്ല എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞ വിഷമം തോന്നും. മറ്റൊന്നും വിചാരിക്കരുത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാത്രം സ്വപ്നം കണ്ട് ജീവിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ, ഒരുപാട് പെൺകുട്ടികളുണ്ട്. ഓക്കെ, നമ്മൾ പേഴ്സണലി അവരോട് സംസാരിക്കുമ്പം അവർ പറയുന്നൊരു കാര്യമാണ്, ഇത് എങ്ങനെയെങ്കിലും നേടിയേ പറ്റൂ, നമുക്ക് മറ്റ് ജോലികളേക്കാൾ കൂടുതൽ താല്പര്യം ഇതിനാണ്, യൂണിഫോമിനോട് ഭയങ്കര ഇഷ്ടമാണ്, അതെന്ത് ചെയ്യാമെന്ന് ചോദിക്കുന്ന ഒരുപാട് പെൺകുട്ടികൾ. അത് ശരിക്കും വളരെ സ്വാഗതാർഹമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ നിങ്ങൾ വസ്തുത അറിഞ്ഞിട്ട് കാര്യങ്ങൾ ചെയ്യണമെന്ന് മാത്രമേ എനിക്കിതിൽ പറയാനുള്ളൂ. വസ്തുത അറിഞ്ഞ് ചെയ്യുക. കാരണം നിയമം മാറിയിട്ടുണ്ട്. BNS, BNSS, BSA പോലുള്ള നിയമങ്ങൾ പുതുതായിട്ട് വന്നിട്ടുണ്ട്. IPC CRPC എവിഡൻസ് ആക്ട് അല്ല, അതിന് സ്വാഭാവികമായിട്ട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആ നിയമങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അതൊരു വശം. രണ്ടാമത്തെ വശം, നിങ്ങൾ കട്ട് ഓഫുകളുടെ കാര്യം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്കൊരു 3 മാർക്കിൻ്റെ കട്ട് ഓഫ് കുറഞ്ഞിട്ട് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെയാണ്, ഫൈനാണ്. പക്ഷേ നിങ്ങൾ ഈ 3 മാർക്കിൻ്റെ കട്ട് ഓഫ് കുറഞ്ഞപ്പോൾ ആൾക്കാരുടെ എണ്ണവും കൂടെ നോക്കണം. 60.67 വന്ന കട്ട് ഓഫ് എത്ര, 2851 ആൾക്കാരെ ഉൾപ്പെടുത്തി. ഫിസിക്കലിന് മുൻപ്, ഫിസിക്കലിന് ശേഷമല്ല. പക്ഷേ ഇവിടെ നോക്കൂ, ഫിസിക്കലിന് മുമ്പ് 1446 പേർക്കാണ് 57 കട്ട് ഓഫ് വന്നത്. കുറച്ച് ആളുകൾ എടുക്കുന്നു, പരീക്ഷ കഠിനമാക്കുന്നു. മനസ്സിലായില്ലേ? അത് നിങ്ങൾ മനസ്സിലാക്കുക. പരീക്ഷയുടെ കാഠിന്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഞാൻ ക്രോസ് കൗണ്ടർ ചെയ്തപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. 0 FIR പറ്റി പോലും കഴിഞ്ഞ WCPക്ക് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് 0 FIR പറ്റി ചോദിച്ചിട്ടുണ്ട്. പല സ്പെഷ്യൽ ടോപ്പിക്ക് ബുക്കുകളിൽ നിങ്ങൾ 0 FIR പറ്റി കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടാകാൻ വഴിയില്ല. അപ്പം സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ GK ടോപ്പിക്സ് ഒരുപക്ഷെ നിങ്ങൾ LD പോലുള്ള പരീക്ഷകൾക്കൊക്കെ നന്നായിട്ട് ഡിഗ്രി പ്രിലിംസിനൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കാം. എങ്കിൽ പോലും അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം. പഠിത്തത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. പക്ഷേ അതിൻ്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ള കായികപരമായിട്ട്, ആരോഗ്യപരമായിട്ടുള്ള നിങ്ങൾ ശ്രദ്ധ വെക്കണം. നിങ്ങൾ നല്ല രീതിയിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒബ്സിറ്റി പോലുള്ള കാര്യങ്ങൾ നിങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് പോലീസാണ്. അപ്പോൾ ആരെങ്കിലും നിന്നെ കാര്യം പോലീസ് എടുക്കണം, പോകാൻ പറയണം അവരുടെ പോലീസ് ആവണമെന്ന് വിചാരിച്ചാൽ പോലീസ് ആവണം മാക്സിമം. ഇപ്പം ഞാൻ ഒരു കാര്യം പറയാം, നിയമനം കിട്ടുന്നില്ല, അല്ലെങ്കിൽ നിയമനത്തിൻ്റെ കാര്യത്തിലൊക്കെ പ്രശ്നങ്ങളുണ്ട്, എല്ലാം ഓക്കെ, ശരിയാണ്, നമുക്ക് സമ്മതിക്കാം. അല്ലെങ്കിൽ നമ്മൾ നിയമന നില പരിശോധിക്കുമ്പോൾ ഇത്രേ ആയിട്ടുള്ളൂ. പക്ഷേ എങ്കിൽ പോലും ഇത് കണ്ട് മനസ്സ് മടുക്കരുത് എന്നാണ് പറയാനുള്ളത്. ആവറേജ് പഠിക്കുന്ന ഒരാളായിക്കോട്ടെ, നിങ്ങൾ പുഷ് ചെയ്യുക, നിങ്ങളുടെ ലിമിറ്റ്സ് നിങ്ങൾ പുഷ് ചെയ്യുക. നിങ്ങൾ ആവറേജ് ആണെന്ന് മനസ്സിൽ വിചാരിച്ചാൽ നിങ്ങൾക്ക് ആവറേജ് ആയിട്ട് ഇരിക്കാനേ പറ്റൂ. അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇപ്പം മാക്സിമം നിങ്ങളൊരു സ്വപ്നത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ അത് ചെയ്യരുതെന്ന് പറയുന്ന ആൾക്കാരായിരിക്കും കൂടുതൽ. ചെയ്യുമെന്ന് പറയുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവായിരിക്കും. അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ വസ്തുതകൾ അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കുക. പിന്നെ എന്താണ്, കൃത്യമായിട്ട് നമ്മുടെ ഉള്ളിൽ ഇത് നമ്മൾ പ്രയത്നിച്ചില്ലെങ്കിൽ കിട്ടില്ല എന്നൊരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. പ്രയത്നിച്ചാൽ നിങ്ങൾക്ക് ഇത് കിട്ടും എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ആവറേജ് ബുദ്ധിയുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് ടോപ്പ് ലെവലിൽ റാങ്കുകൾ വാങ്ങിച്ച് പല നല്ല പോസ്റ്റുകളിൽ ഇരിക്കുന്നത്. അല്ലാതെ കൊടി കൊത്തിയ കൊമ്പന്മാരൊന്നും എവിടെയും കയറി വന്നതായിട്ട് നമുക്കറിവില്ല. അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. അതും കൂടെ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക. ഞാൻ ആരെയും അധിക്ഷേപിക്കാനായിട്ട് ശ്രമിച്ചിട്ടില്ല. ആരോഗ്യപരമായിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഒന്ന് എന്ത് കാര്യങ്ങളുണ്ടെങ്കിൽ സംസാരിക്കാം. ആരോഗ്യപരമായ ചർച്ചകൾ നമുക്ക് കൊണ്ടുവരാം. ഇതിപ്പോൾ കഴിഞ്ഞ വീഡിയോയിലും കുറേ വീഡിയോ WCPയുടെ വസ്തുതകളെ പറ്റി പറയണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വീഡിയോ നിങ്ങൾക്ക് അത് പഠിച്ചിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. വസ്തുതകൾ മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതേ പറയാനുള്ളൂ. പിന്നെ അതോടൊപ്പം നിങ്ങളെ നമ്മുടെ ഒരു സ്പെഷ്യൽ ടോപ്പിക് ബാച്ചിലേക്കും കൂടെ സ്വാഗതം ചെയ്യുകയാണ്. കാരണം നമ്മൾ നേരത്തെ നിയമങ്ങൾ മാറിയ കാര്യം പറഞ്ഞു. നിങ്ങൾക്ക് ഇപ്പം മാർക്കറ്റിൽ ലഭിക്കുന്ന ബുക്കുകളെ ഒന്നും താഴ്ത്തിക്കെട്ടി പറയുകയില്ല. പക്ഷേ എങ്കിൽ പോലും ഡീറ്റെയിൽ ആയൊരു പഠനം നിങ്ങൾക്ക് ആവശ്യമുണ്ട്. നിങ്ങളുടെ കംഫർട്ടബിലിറ്റിയാണ് നിങ്ങൾ എവിടെ പഠിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് മെറ്റീരിയൽ ഉപയോഗിക്കണം എന്നുള്ളതെല്ലാം. പക്ഷേ ഇവിടെ നിങ്ങൾക്കൊരു കംഫർട്ട് സോൺ ഇവിടെ ഉണ്ടാക്കി തരാനായിട്ട് ശ്രമിക്കണം. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കിന് ഒരു ബാച്ച് നമ്മളിപ്പോൾ നിലവിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കോഡ് യൂണിഫോമിൻ്റെ ഭാഗമായിട്ട് CPOയ്ക്കും WCPയ്ക്കും വേണ്ടി മാത്രമുള്ള ബാച്ചാണ്. നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന കോൺടാക്റ്റ് നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ 8 പുസ്തകങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഇല്ലസ്ട്രേഷൻസ് ഉൾപ്പെടെ ആ എക്സാമ്പിൾസ് ഉൾപ്പെടെ നിങ്ങൾക്ക് പഠിക്കാം. പുതിയ നിയമമാണ്. സ്വപ്നം കാണുന്ന റിസ്ക് എടുക്കരുത്. ലാസ്റ്റ് ചാൻസ് ഉള്ളൊരു യാതൊരു റിസ്ക്കും എടുക്കരുത്. ഈ ഒരൊറ്റ മൈൻഡിൽ നിൽക്കുക. മറ്റെല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ മാറ്റി വയ്ക്കാൻ പറ്റും മാറ്റി വയ്ക്കുക. ഒരൊറ്റ കാര്യം കൂടെ പറയട്ടെ, നമുക്കൊരു സാധനം സാക്രിഫൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനേക്കാൾ നല്ലത് കിട്ടും. കാരണം നമ്മൾ അതിനേക്കാൾ നല്ലത് ഡിസർവിങ് ആണെന്നും കൂടെ എന്ത് ചെയ്യുക, എൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കുക. വസ്തുത അറിഞ്ഞ് പഠിക്കുക. പിന്നെന്താണ്, എല്ലാവർക്കും നല്ലൊരു പഠനകാലം നേരുന്നു. പിന്നെ ഇതൊന്നും കണ്ട് നിങ്ങളുടെ
നെഗറ്റീവ് ആവേണ്ട, വസ്തുതകൾ അറിയിച്ചു എന്ന് മാത്രം. കള്ളത്തരം പറഞ്ഞിട്ട് നമുക്കൊന്നും നേടാനില്ല. കാര്യമായി പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഓൾ.